ചേച്ചി ചേച്ചി ആരും കാണാനല്ലോ. ടെൻഷൻ എടുക്കല്ലേ, ഒരു വീട്ടിലെന്തെങ്കിലും പണിയിലായിരിക്കും, അത് വരും. എന്നാലും എത്ര നേരായി വിളിക്കുന്നു. ചേച്ചി ആരാ ആരാ ഒരു പണിയെടുക്കാൻ സമ്മതിക്കാതെ? എന്താ എന്താ കാര്യം? ആരാ എന്താ? നിങ്ങൾ വിളിക്കുമ്പോ തന്നെ ഇങ്ങനെ വരണമെന്നുണ്ടോ? ചേച്ചി ഞങ്ങൾ കുറച്ച് ദൂരത്തുനിന്ന് വരിക. ഇതെന്റെ ഭർത്താവാ, ആൾക്ക് കണ്ണാണില്ല. ഞാനാണെങ്കില് അനിപ്പോ ഞാൻ എന്താ വേണ്ടേ? ചേച്ചി ഞങ്ങളെ ഈ അവസ്ഥ കണ്ടിട്ട് എന്തെങ്കിലും ഒരു ധനസഹായം. ഓ പൈസ, അപ്പൊ അതാ കാര്യം. ഇറങ്ങിപ്പോയിക്കോ ഇവിടുന്ന്. രാവിലെ തന്നെ ഓരോരോ വേഷം കെട്ടി ഓരോരുത്തര് വരും. അയ്യോ ചേച്ചി, ഞങ്ങളങ്ങനെ വേഷം കെട്ടി വന്നവരൊന്നും അല്ല. മിണ്ടി പോവരുത്. കണ്ണും കാണൂല ചെവിയും കേൾക്കൂല എന്ന് പറഞ്ഞു വേഷം കെട്ടി വരും. പകല് മുഴുവൻ സ്ഥലം മുഴുവൻ കണ്ടേക്കും, രാത്രി കക്കലും പിടിച്ചിറക്കലും. ഇതല്ലേ നിങ്ങളുടെ പണി? അയ്യോ ചേച്ചി. എന്തോന്ന് ചേച്ചി? ഇയാൾക്ക് കണ്ണ് കാണുമെന്നല്ലേന്ന് എപ്പോ ഞാൻ കാണിച്ചു തരാം. അയ്യോ ചേച്ചി. അയ്യോ എന്നോട് ക്ഷമിക്കണം കേട്ടോ, ഓരോരോ തട്ടിപ്പുകൾ ഇങ്ങനെ കണ്ടേനെ കൊണ്ടേ. നമുക്ക് അവിടെ ഇരിക്കുക. ചേച്ചി കുടിക്കാൻ കുറച്ച് വെള്ളം തരും. എടുക്കാം. സത്യത്തിൽ എന്താ നിങ്ങളെ പ്രശ്നം? പ്രശ്നം, ഞങ്ങൾക്ക് 10 വയസ്സുള്ളൊരു മോളാണ്. അവൾക്ക് ഡാൻസ് എന്ന് വെച്ചാൽ ഭയങ്കര ജീവനാ. ആദ്യമൊക്കെ ഇവളായിരുന്നു പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ ഇവളുടെ അവസ്ഥ നിങ്ങൾ കണ്ടില്ലേ. ഒരു കാര്യം പറയാൻ മറന്നു. എൻ്റെ മോള് ജന്മന കണ്ണ് കാണില്ല. അവളെ ഡാൻസ് പഠിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ ഓരോ സ്കൂളുകളിൽ പോയി. സ്കൂളുകളിലൊക്കെ ഭയങ്കര ഫീസാണ്. കണ്ണ് കാണാത്തതുകൊണ്ട് ആരും അവളെ അഡ്മിഷൻ കൊടുത്തില്ല. ഡാൻസ് സ്കൂളുകാർ പറയുന്ന പൈസയൊന്നും ഞങ്ങളെ കൊണ്ട് താങ്ങില്ല. ഇനി അവൾക്ക് അവളുടെ ആഗ്രഹം സാധിക്കാൻ വേണ്ടി എങ്ങനെയെങ്കിലും കുറച്ച് പൈസ സമ്പാദിച്ചിട്ട് നല്ലൊരു സ്കൂളിൽ ഞങ്ങൾക്ക് അഡ്മിഷൻ കൊടുക്കണം. അതിനു വേണ്ട ചേച്ചി ഞങ്ങളിങ്ങനെ നടക്കും. അയ്യോ ക്ഷമിക്കണം കേട്ടോ, എന്നെ കൊണ്ട് പൈസ തന്നൊന്നും സഹായിക്കാൻ പറ്റില്ല. ആണോ? സാറിലേ, ഞങ്ങളിങ്ങനെ കിട്ടാവുന്ന വീടുകളിലൊക്കെ ഓരോന്നിങ്ങനെ ചോദിക്കും, ചിലരൊക്കെ തരും. കിട്ടുന്നതായിക്കോട്ടെ എന്ന് ഞങ്ങൾ വിചാരിക്കും. സാരല്ല, ഞങ്ങൾ പോട്ടെ. എന്നാൽ ഞങ്ങൾ പോട്ടെ ചേച്ചി. അയ്യോ പോവാൻ പറ്റേ. എന്താ ചേച്ചി? നിങ്ങളൊരു ശബ്ദം കേൾക്കുന്നില്ലേ? ആരോ ഡാൻസ് കളിക്കുന്ന പോലെ. ആരോ അല്ല, എന്റെ മോളാ. അവള് ഡാൻസ് പ്രാക്ടീസ് ചെയ്യാ. അവള് വലിയ കലാതിലകയൊക്കെയാ. അവളെ ഞാൻ വിളിക്കാം. മോളെ. ആരമ്മര്? നിങ്ങൾ വിഷമിക്കണ്ട. ഇനി നിങ്ങളെ മോളെ ഇവള് ഡാൻസ് പഠിപ്പിക്കും. മോളെ, ഇവർക്ക് 10 വയസ്സുള്ളൊരു കുട്ടിയുണ്ട്. അവളെ നീ വേണം ഇനി ഡാൻസ് പഠിപ്പിക്കാൻ. വേറൊരു കാര്യമുണ്ട് മോളെ, ആ കുട്ടിക്ക് കണ്ണ് കാണില്ല. ഈ കണ്ണ് കാണാത്ത കുട്ടീനൊക്കെ ഞാനിങ്ങനെ പഠിപ്പിക്കാനോ? എന്നെ കൊണ്ടൊന്നും പറ്റില്ല. മോളെ, നീ വലിയ ഡാൻസറൊക്കെ അല്ലേ, നീ ഒന്ന് ശ്രമിച്ചു വെക്ക, നിന്നെ കൊണ്ട് പറ്റും. അയ്യോ മോളെ, അങ്ങനെ പറയല്ലേ. ദൈവത്തിൻ്റെ ഒരു നിമിത്തമായിട്ടാണ് ഞങ്ങളിതിനെ കാണുന്നത്. അവളുടെ കുറേ നാളത്തെ ആഗ്രഹമാണ് ഡാൻസ് പഠിക്കണം എന്നുള്ളത്. കാഴ്ചയുടെ പ്രശ്നമാണെങ്കിൽ മോളത് കാര്യമാക്കണ്ട. 2 വർഷമായിട്ട് അവൾക്ക് നന്നായിട്ട് കാണാം.
ദയവേത് കൈവിടരുത്. അല്ല, മോൾക്ക് എന്താ കാണാന്ന് പറഞ്ഞത്? കാണാം ചേച്ചി, അവൾക്കിപ്പോൾ എല്ലാം കാണാം. കാരണം എൻ്റെ കട കണ്ണ അവൾക്ക് വെച്ചിരിക്കുന്നു. നിങ്ങൾ പോട്ടെ. നിക്കൂ, ഒരു മിനിറ്റ്. ഇത് മോക്ക് കൊടുക്കണം. എന്നിട്ട് അവളെയും കൂട്ടി എത്രയും വേഗം വരണം. നീ മറ്റൊരാളുടെ കണ്ണീരിന് കാരണമായാൽ കാലം നിന്റെ കണ്ണുകൾ നിറയ്ക്കാൻ കാത്തിരിക്കും. നീ മറ്റൊരാളുടെ സന്തോഷത്തിന് കാരണമായാൽ കാലം നിനക്ക് സന്തോഷമൊരുക്കി വയ്ക്കും. നീ മറ്റൊരാൾക്ക് നൽകുന്നതെന്തോ അളവുകൾ തെറ്റാതെ അത് നിന്നെ തേടിയെത്തുന്നു.